ഗ്രാമഭംഗിയുടെ മനോഹാരിതയും പഴമയുടെ ഗരിമയും തോളുരുമ്മി നിൽക്കുന്ന കരുവന്തുരുത്തി, ഏറനാടൻ മണ്ണിലൂടെ കൈവരന്നൊഴുകുന്ന ചാലിയാറും കടലുണ്ടിപ്പുഴയുടെ കൈവഴിയും അറബിക്കടലിൽ സംഗമിക്കുന്ന നയനാനന്ദകരമായ കാഴ്ചയ്ക്ക് സാക്ഷിയായി നിൽക്കുന്ന കരുവന്തുരുത്തി. ചരിത്രപ്രസിദ്ധമായ ഈ തുരുത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി എന്നിവരുടെ സന്താന പരമ്പരയിൽ മതഭക്തരായ സയ്യിദ് അബൂബക്കർ കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് ഹലീമ കുഞ്ഞി ബീവി എന്നിവരുടെ പുത്രനായി ഹിജ്റ 1341 റബീഉൽ അവൽ 25 വെള്ളിയാഴ്ചയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെ ജനനം. മാതാപിതാക്കളുടെ ആത്മീയ ശിക്ഷണത്തിലായിരുന്നു തങ്ങളുടെ ചെറുപ്പം. കരുവന്തുരുത്തി ദർസിൽ പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് പ്രാഥമിക പഠനം. പഠിക്കുന്നതെല്ലാം ഹൃദിസ്ഥമാക്കുന്ന ശീലമായിരുന്നു തങ്ങളുടേത്. കൊന്നുകെട്ടായി എന്ന പേരിൽ പ്രസിദ്ധനായ പൊന്നാനിയിലെ കോടമ്പിയകത്ത് മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുമ്പോഴാണ് പ്രഭാഷണകലയിൽ ആകൃഷ്ടനാകുന്നത്. ആ പ്രസംഗചാരുതയും ആവേശവും ആദർശ കേരളത്തിന് സുഹൃതമായി. വെല്ലൂർ ബാക്കിയാത്തിൽ നിന്നും ബിരുദമെടുത്തതിനു ശേഷം പ്രഭാഷണ രംഗത്ത് ഏറെ ശ്രദ്ധ പുലർത്തി. 1956 സമസ്ത മുഷാവറ അംഗത്വത്തോടെയാണ് തങ്ങൾ പൊതുരംഗത്ത് വരുന്നത്. വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യകാല ഖജാൻജിയും മുഷാവറയിലെ പ്രത്യേക ക്ഷണിതാവുമായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ സംഘടനാ രംഗത്ത് സജീവമായത്. മഴ തേടുന്ന വേഴാമ്പലിനെ പോലെ തങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന പതിനായിരങ്ങളാണ് കേരളത്തിലും കർണാടകയിലുമുള്ളത്. സമ്മേളന വേദികളിൽ, ആത്മീയ സദസ്സുകളിൽ, സനദ്ദാന സംഗമങ്ങളിൽ ആ മഹാഗുരുവിന്റെ വാക്കുകൾ വിജ്ഞാനത്തിന്റെ ചിരന്തന ഗീതമായി ഒഴുകിയെത്തുന്നു. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും അകന്നുകൊണ്ട് സ്വാർത്ഥ താൽപര്യത്തിനായി പണ്ഡിത സംഘത്തെ വിനിയോഗിച്ചവർക്കെതിരെ നടത്തിയ എറണാകുളം പ്രഭാഷണം ഇന്നും ചരിത്ര സത്യമായി നിലകൊള്ളുന്നു. ഒരാദർശത്തിന്റെ കണിശവും സത്യസന്ധവുമായ അവരോഹനമായിരുന്നു ആ പ്രഭാഷണം. സത്യത്തെ നേർദിശയിലേക്ക് നയിച്ച പ്രസംഗം. ചരിത്രം തിരുത്തിയ ആ പ്രസംഗത്തിലൂടെയാണ് സുന്നി കേരളം ആദർശാവബോധത്തിന്റെ ശക്തരായ വക്താക്കളായത്. പാണ്ഡിത്യത്തെ പടിപ്പുരയിൽ തന്നെ തളച്ചിട്ട് പണ്ഡിതധർമ്മത്തിന്റെ കർമ്മകാണ്ഡത്തെ നിരാകരിച്ചവർക്കെതിരെ തിരിച്ചറിവിന്റെ ധീരോദാത്തമായ മുന്നറിയിപ്പുകളായിരുന്നു അന്നും ഇന്നും ഉള്ളാൾ തങ്ങളുടെ പ്രഭാഷണങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بهماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنت الذي لما توسل آدم من ذلة بك فاز وهو أباك. يا أكرم الثقلين يا كنز الورى جدني بجودك أرضني برضاك. أنا طامع منك بجود لم يكن لأبي حنيفة في الأنام سواك. ഉമ്മത്ത് സയ്യിദുനാ മുഹമ്മദ്
ബഹുമാനമുള്ള ഉലമാക്കളെ, മുത്താലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഇന്നും ഇന്നലെയുള്ളതല്ല, കുറേ മുമ്പുണ്ടാക്കിയ സാധന. അത് സമസ്ത കേരളല്ലേ ഇനി ആദ്യം വിചാരിച്ചത്, കേരള ജമിയത്തുൽ ഉലമ. പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ മറ്റൊരിക്കല്ല ഹിക്മത്ത് അറിയാലോ, വഹാബികൾക്ക് അന്ന് വേറെ പാർട്ടിയൊന്നുമില്ല. അവരെന്ത് ചെയ്തു, കേരള ജമിയത്തുൽ ഉലമ ഇസ്രാഫിൽ പോയി റേസ് ചെയ്തു. അപ്പൊ ഇവര് സാധുക്കളല്ലേ, അധികം വൈദ്യന്മാർക്ക് ഈ കെണിയും മണിയൊന്നും അറിയില്ല. അപ്പൊ അന്ന് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാത് അന്നുള്ള ഒരു ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരനും വലിയ ആയിമാണ്. അവർ മരിച്ചുപോയി. അള്ളാഹു അവർക്കും നമ്മൾക്കും പുറത്തു തരട്ടെ. അന്നത്തെ ഏറ്റവും വലിയ ശക്തനായ ആള് മൂപ്പരന്നെ. പരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരെ മുഖേനയാണ് ഈ സമസ്ത രൂപീകരിച്ചതെങ്കിലും ആദ്യകാലത്ത് യൂസുഫ് യുദ്ദീൻ എന്ന് പറയുന്ന ഒരുത്തൻ കോഴിക്കോട് എന്ന് പറഞ്ഞു. അവനോട് എതിര് പറയാൻ പറ്റിയ ഒരാളെ കാണാഞ്ഞപ്പോ മുല്ലക്കോയ തങ്ങൾ പാങ്ങക്കാരനെ വിളിച്ചിട്ട് തലയിൽ മന്ത്രിച്ചു കൊടുത്ത്, നീ പോയിട്ട് അവർക്ക് റദ്ദ് പറയുമെന്ന് പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഓൻ്റെ വായടപ്പൻ സംസാരം അങ്ങ് സംസാരിച്ചു. ഒപ്പരെ പേരങ്ങ് പൊന്തി അള്ളാഹു കൊടുത്തു, അവർക്ക് തോട്ട്. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു വലിയ മഹാൻ. അവർ ഉസ്താദാരാ ജുബ്ബായിയാണ്. ജുബ്ബായി എന്ന് പറഞ്ഞ ആരാ? മുഅ്തസിലത്തിന്റെ നേതാവ്. അയാളെ വാദം അങ്ങനെ ശക്തിപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി വാദപ്രധാനമൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും. സുന്നത്തിയ മയത്തേതാ അഴാത്തേതാന്ന് അറിയാത്തവരാരുമില്ല. അതിന് സുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിച്ച നമ്മൾ എവിടെ പോയാലും ഒറ്റക്കെട്ടായി നിലകൊള്ളണം. നമ്മൾ ആദർശം വിട്ട് കളിക്കരുത്. പൂർണ്ണമായ ഹിമ്മത്ത് ഞങ്ങൾക്കുണ്ടാവണം, ഉൾക്കരുത്ത് വേണം. അതില്ലെങ്കിൽ ശരിയാവും. നമ്മളെങ്ങനെ നടക്കും, എല്ലായിടത്തും അങ്ങനെയല്ലേ, അപ്പം അങ്ങോട്ട് കൂടി കൊടുക്കാൻ വിചാരിച്ചാൽ ശരിയാവും. അത് പറ്റൂല. അത് ഇസ്ലാമിലുള്ള ഏർപ്പാടല്ല. ഇപ്പതാ ഈ AP ലുഞ്ഞാബിന്റെ എല്ലാ ഭാഗത്തും പോകണം. എന്തിനാ? അയാളോടെ എല്ലാവർക്കും ദേഷ്യം. അപ്പൊ മെന്നാന്ന് വിളിച്ചു നോക്കിയോ അയാൾ എവിടെയാണ്? മൊറോക്കോയിലോ. പിന്നെ വിളിച്ചു നോക്കും, പിന്നെ കാണുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിൽ. സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തിത്തരട്ടെ. സുന്നത്ത് ജമാഅത്തോളൂ, നമ്മളെ സേവൊന്നും വേണ്ട, അള്ളാഹു. പക്ഷേ നമ്മൾ അതീതായും കൊണ്ട് തന്നെ നിന്ന് പോരണം. അല്ല കുറച്ച കാലം കഴിയുമ്പോ എന്തെല്ലോ സാധനമായി മാറിക്കൂടെ? ഇപ്പോൾ എങ്ങനെയല്ല കാണുന്നത്? നമ്മളുടെ പരമാവധി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഉത്തരപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ അല്ലാഹു പഠിച്ചു തരട്ടെ. സേവനപാതയിൽ കർമ്മകുശലതയുടെ കരുത്തുറ്റ പാഠങ്ങളുമായി 5 പതിറ്റാണ്ടിന്റെ ചൈതന്യധന്യമായ പ്രവർത്തനം കാഴ്ചവെച്ച സമസ്ത കേരള സുന്നി യുവജന സംഘം ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ സയ്യിദ് ഉള്ളാൾ തങ്ങൾ നടത്തിയ പ്രസംഗം സംഘടനയുടെ നയവും തീരുമാനവുമായിരുന്നു. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് അവകാശത്തെ ഹനിച്ച അധികാരി വർഗങ്ങൾക്ക് കനത്ത താക്കീതായിരുന്നു ഓരോ വാക്കുകളും. ഒരുപാട് സമരപ്രഖ്യാപനങ്ങൾക്കും ചരിത്ര സംഗമങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ അവകാശബോധത്തിന്റെ ആർജവ തീരത്തേക്ക് നയിച്ച പ്രഭാഷണം, കടലിനെപ്പോലെ ശാന്തതയും ആർദ്രതയും രൗദ്രഭാവവും കോപതാപങ്ങളും നിറഞ്ഞു നിന്ന പ്രഭാഷണം, ഓരോ മനസ്സിനെയും ഓർമ്മപ്പെടുത്തലുകളുടെ തിരമാലകൾ നിറച്ച ഗോൾഡൻ പ്രഭാഷണം. ഇവിടെ പഴയ ആളുകളുണ്ട്. ഇവിടെ ഉള്ളതിനേക്കാണ് വലിയ ആളുകൾ ഈ സദസ്സിലുണ്ടാവും. അത് നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ആളുകൾ ഈ സ്റ്റേജിലിരിക്കൊള്ളൊന്നും ആയിക്കൊള്ളുന്നില്ല. ഈ സദസ്സിൽ അങ്ങുന്നോളിരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുത്ത ആളുകളുണ്ട്. അങ്ങനത്തെ എത്രയോ മഹാന്മാരുള്ള ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നത് വെറുതല്ല. അള്ളാഹുവിന്റെ ദീൻ
ദീന് അള്ളാഹുവിന്റെ ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീനെന്ന് മാത്രമാണ്. എന്താണ് ആ ദീനുൽ ഇസ്ലാം? അത് 1,24,000 അമ്പിയാക്കൾ, അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കൾ, രണ്ടഭിപ്രായം. ആ എല്ലാ അമ്പിയാക്കളും കൊണ്ടുവന്ന അടിസ്ഥാനപരമായ ഉസൂലുദ്ദീൻ ഒറ്റൊന്നാണ്. അത് യാതൊരു മാർക്കവും വിശ്വാസപരമായ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഒരു തർക്കവുമില്ല. അതാണ് ദീനുൽ ഇസ്ലാം. അത് അല്ലാഹുവിന്റെ അടുത്തുപ്പെട്ട ദീനതാണ്. അതിന്റെ അവസാനത്തെ കന്യായ നമ്മളുടെ നബി ഖാതിമുൻ നബിയീൻ അഷ്റഫുൽ വറ ത്വാഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തികളാണ് ഞങ്ങൾ വളരെയധികം ബഹുമാനപ്പെട്ട കക്ഷികളാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞ കക്ഷികളാണ്. അങ്ങനത്തെ നമ്മൾ ഛിന്ന ഭിന്നമായി പല വിധത്തിലായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ കൊണ്ടുണ്ടായി തീർന്നു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഒരിക്കലും നിസ്കാരം നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്ന് നിസ്കാരാണ് നബിയെ തങ്ങൾ നിസ്കരിച്ചത്? ഇത്ര നീണ്ടൊരു നിസ്കാരോ? സല്ലൈതു സലാത്ത റഹ്ബത്തിൻ വറഗബാ. പിന്നെ മറുപടി, ഞാൻ ആഗ്രഹത്തിന്റെയും ഭയഭക്തിയുടെയും നിസ്കാരം നിസ്കരിച്ചു. ഈ നിസ്കാരത്തിൽ എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു, 3 കാര്യം ചോദിച്ചു. ആ 3-ൽ നിന്ന് 2 എനിക്ക് ഉത്തരം കിട്ടി, 1 ഉത്തരം കിട്ടിയിട്ടില്ല. ഏതാ ഉത്തരം കിട്ടിയ 2 കാര്യം? ഇസ്ലാം ദീൻ, ഈ ദീനുൽ ഇസ്ലാം മറ്റു പഴയ കാലത്തുള്ള പോലെ അത് തച്ചൊടച്ച് പറ്റ ഇല്ലാതാക്കി മാറ്റിക്കളയാവുന്ന ഒരു നിലവാരം ഈ ദീനുൽ ഇസ്ലാമിൽ ഞാൻ കൊണ്ടുവന്ന ദീനിലൂടെ ഉണ്ടാവരുത്. അതിനെ തച്ചു കിടത്തുന്ന ഒരാളും ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമം 1-ാം തീയതി വരെയും ഉണ്ടാവുകയില്ല. അല്ലാഹു അത് ഉറപ്പ്. അത് രണ്ടാമത്തെ സംഗതി, ഈ ലോകത്ത് വെച്ച് തെറ്റും കുറ്റങ്ങളും വരുത്തി ചെയ്യുമ്പോൾ അല്ലാഹു ഇവിടെ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം കാണിച്ച് സൃഷ്ടിച്ചു കളി. അത് പല സംഭവങ്ങളും പണ്ടുണ്ടായിട്ടുണ്ട്. നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. വളരെ തുച്ഛം ആളുകൾ മാത്രം വിശ്വസിച്ചു. ഒടുവിൽ അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം കേണപേക്ഷിച്ച് പറഞ്ഞു, പടച്ചവനെ, എന്റെ ആളുകളെ ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ ജനങ്ങളെ രാവും പകലും ഒരുവരെ നിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ഞാൻ എത്ര ഇങ്ങോട്ട് ക്ഷണിക്കോ അത്രയും അവർ പിന്നോട്ട് ഓടുകയാണ് റബ്ബേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അല്ലാഹു പറഞ്ഞു, ഏ നൂഹ് നബിയെ, പറഞ്ഞിട്ട് കാര്യമില്ല. ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന. ഇപ്പം എത്ര തുച്ഛാൾ വിശ്വസിച്ചു അവരല്ലാതെ ഇനി ഒരൊറ്റൊന്നും വിത്തിനുള്ള ഒന്നും ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാക്കല്ലേ അത് കേട്ടപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം വല്ലാത്ത വിമിഷ്ടം വന്നു, ദേഷ്യം വന്നു. പടച്ചവനെ, നിന്റെ വെള്ളം, നിന്റെ വായു, നിന്റെ ഭക്ഷണം, നിന്റെ ഭൂമി, നിന്റെ ആകാശത്തിന്റെ ഒട്ടുപാക്കുന്നേ, അവര് നിന്നിൽ വിളിച്ച വഴിയിലേക്ക് വരണില്ലെങ്കിൽ അവരെന്തിനാണ് ഇവിടെ? അതുകൊണ്ട് ഒരൊറ്റ കാഫറിനെയും ഭൂമിന്റെ ഉപരിഭാഗത്ത് നീ ബാക്കിയാക്കണ്ട, മുഴുവൻ നശിപ്പിച്ചു കളയെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു പറഞ്ഞു, വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. ഞാൻ കഥിയൊന്നും പറയല്ല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ തുഖാതിബിനി ഫില്ലദീന ളലമൂ. അക്രമികളായ കുഫറിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന കക്ഷികളെ അവരെ നിങ്ങൾ ഹലാക്കാൻ ഒക്കെ ഞാൻ ഹലാക്കാക്കി. പക്ഷേ അവരെ ഞാൻ ഹലാക്കാക്കുമ്പോ അതിന്റെ മോനാണ്, ഇതിന്റെ പെങ്ങളാണ്, ഇതിന്റെ മെറുവനാണ്, പുയപ്പനാണെന്ന് പറഞ്ഞ് ശിഫാരിച്ച് പറയാൻ പറ്റും. ശിഫാരിച്ച് പറയാൻ ഇവിടെ വരുന്നത് ഒന്നില്ലാതെ ഞാൻ ഹലാക്കിക്കൊള്ളാം. അല്ലാഹു എത്തിയതു തൂഫാൻ എന്നൊരു വെള്ളം. ആ വെള്ളം കൊണ്ടെന്തായി? അവര് ചോദിച്ചെന്ന്, ഏത് അടുപ്പെന്നാണടാ നിന്റെ വെള്ളം വരാന്ന് കളിയാക്കി നൂഹ് നബിയെ.
അതേ അടുപ്പിൽ നിന്ന് തന്നെ വെള്ളപ്പെട്ടി. അങ്ങനെ മലയും കുന്നും വീണും നിറഞ്ഞു. അങ്ങനെ അത്രയും ഭയങ്കരമായ ശിക്ഷ ആ നൂഹ് നബിയുടെ കാലത്ത് അല്ലാഹു തആല കൊടുത്തു. ഇതുപോലെ എന്റെ ഉമ്മത്തികൾക്ക് നീ ഇവിടെ വെച്ച് ശിക്ഷ നൽകരുത്. അതിനും എനിക്ക് ഉത്തരം കിട്ടി. മൂന്നാമത്തെ സംഗതി, എന്റെ ഉമ്മത്തികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവരുത് എന്നായി. അത് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നിട്ട് റസൂൽ പറയുന്നു, ഹാദാ ഐസറു, മറ്റ് 2 കൊല്ലം തീർത്തി വെക്കാൻ ഇതുവരെ എളുപ്പമുള്ള കാര്യം. എങ്കിലും അത് വരാൻ കാരണം നമ്മൾ ഇഖ്തിലാഫുകളെ കൊണ്ട്. ആ സംഗതി ഇവിടെ ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷെ അക്കാതാ ബാത്തലാതാൻ മനസ്സിലാക്കാൻ വേണ്ടിയില്ലേ തന്റെ ഇടം എല്ലാ ആളുകൾക്കും അല്ലാഹു തന്നിട്ടുണ്ട്. എല്ലാ ജാതികൾക്കും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറയണം, ഹക്കിന്റെ അഹിലുകാർ ആര് എന്ന് അന്ന് മുതൽ ഇന്ന് വരെയും ഖിയാമം വരെ വരുന്നവർ ചിന്തിച്ചു നോക്കിയ കിട്ടുന്നത് ഒറ്റൊന്നാ കിട്ടും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും. ആ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറകെ ഇവിടെ വേറെ നബി വരാനില്ല. ഈസാ നബി ലാസ്റ്റിൽ വരുന്നത് നബിന്റെ ഉമ്മത്തെന്നോലെ തന്റെ ഇന്ത്യയിൽ ഇവിടെ നടത്താൻ വരുന്നതല്ല. എന്നാൽ ആ അമ്പിയാക്കൾ എല്ലാം കൊണ്ടുവന്നത് ഒന്നാണ്. ആ അഖീദയിൽ വിശ്വാസപരമായ സംഗതിയിൽ വ്യത്യാസമില്ല. ഫുറൂഇയാത്തിൽ എന്തെന്നാകും വ്യത്യാസം ഉണ്ടാകും. അതാണല്ലോ 4 മദ്ഹബ്. 4 മദ്ഹബും ഹഖാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് ആയത്തും ഹദീസും തന്നെയാണ്. അതിന്റെ ഓരോ വഴികളേ ഉള്ളൂ. ആ 4 മദ്ഹബ് ഫുറൂഇൽ വിശ്വസിക്കുന്നു. അഖീദയിൽ യാതൊരു വ്യത്യാസമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന കക്ഷികളാണെന്ന് ഹഖിന്റെ എതിരുകാർ. ആ ഹഖിന്റെ എതിരുകാരായ അത് സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ആ സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ എന്ന് പറയുന്ന ആ കക്ഷികളെ കൂട്ടത്തിൽ നമ്മൾ അടിയോജിക്കുന്നു. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഇനി ഖിയാമം 1-ാം തീയതി വരെയും അതുണ്ടാകും. അത് ആരാണെന്ന് ആർക്കും ചോദിച്ചറിയണ്ട. മാന അലൈഹി വസ്ഹബി, ഞാനും എന്റെ അസ്ഹാബും എന്ത് നിലവിളിച്ചു കൊള്ളുന്നോ അവർ. ഇനി കുറെ കൂട്ടരെ നമ്മളാ മറ്റേന്നാന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ അവിടെ നിൽക്കട്ടെ. ഭരണാധികാരികളും കുറച്ച് കണ്ണു തുറക്കേണ്ടത്. ഭരണാധികാരികൾ കണ്ണു തുറന്നോളണം. വഖഫ് ബോർഡ് ആർക്കല്ലെന്നാണല്ലോ വഖഫ് സംരക്ഷിക്കാനുള്ളതല്ലേ. വഖഫ് ബോർഡിൽ ഓരോറ്റ നമ്മളെ സുന്നികളാരുമില്ല. ഹജ്ജ് കമ്മിറ്റിയിൽ ഒറ്റൊന്നുമില്ല. ഇതാരുണ്ടാക്കിയത്? നിങ്ങളെ രാഷ്ട്രീയ? നമ്മൾക്കൊരു രാഷ്ട്രീയവും ഇല്ല. നോയിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റൊന്നിന് വോട്ട് കിട്ടൂല കേട്ടോ. സുന്നികളെ ചായക്കകത്ത് ഒരൊറ്റൊന്നിനും വോട്ട് കൊടുക്കുന്നു. വേറൊന്നും പറയാനില്ല. ഓരോ പുതിയ നമ്മളെ ആള് പോണേ നമ്മളേലാണ് കാണാൻ നമ്മക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിന് വാ. നിങ്ങളെ മനസ്സിലാക്കണത് ജനങ്ങളെ മനസ്സിലാക്കണോ? മലപ്പുറത്തെന്തായിട്ടെന്ന് മുട്ടിപ്പടിയിൽ ഒരു തങ്ങളുടെ ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും. സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് അവിടെ സ്കൂൾ കൊടുക്കുക. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള് ഗവൺമെന്റ് അനുവദിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. അതൊക്കെ നിങ്ങൾ തുറന്ന് മനസ്സിലാക്കിയാണ്. അതിന്റെ പണി നിങ്ങൾ ഈ കൂടിയ ആളുകൾ കൊള്ളാതെ പറഞ്ഞാൽ പോരാ. എല്ലാ സ്ഥലത്തും അത് നിങ്ങൾ കാണാം. അതിനാ ഞാൻ പറയുന്നത്. നമ്മക്കാരെയും പേടിയില്ല. അള്ളാഹിന്റെ റസൂലിനെ പേടിച്ച ആരെയാണ് പേടിക്കേണ്ടത്? നമ്മൾ ദുനിയാവിനോട് നിലകൊള്ളുന്നില്ല. അതുകൊണ്ട് ഹക്കിന്റെ മനുഷ്യർ ഹക്കുമല്ല അടിയുറച്ച് നിൽക്കണം എപ്പോഴും. ആ നിരക്ക് അള്ളാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. എന്നാൽ നമ്മക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹിനെ ഒരുത്തം പേടിച്ചാൽ സർവ്വസാധു ഓരോ പേടിക്കും. ഓരോരുത്തരെ പേടിക്കേണ്ടി വരും. അങ്ങനല്ലേ ചരിത്രം അന്ന് മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ. ഓരോ ഓലപ്പാമ്പുകളിലും പേടിക്കണ്ട. ചിലപ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇടങ്ങേറുകൾ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സഹാബത്തും നബിയും എത്ര ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും പദവിപ്പോയോ? കഷ്ണം കഷ്ണമാക്കി മുറിച്ച സഹാബുകൾ ഉണ്ടായിട്ടില്ലേ? അവർ നെൽവലേശം പേടിച്ചോ? ഇല്ല. നമ്മളും അതുപോലെ തന്നെ ഉറച്ചു നിൽക്കണം. അങ്ങനെ നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും
നമ്മളെ കൂടെ നാഞ്ഞള പറയുമ്പോലെ പറയല്ലോ ഇറങ്ങി. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നാഞ്ഞളെന്ന് പറഞ്ഞ സാധനം തീരാ. അതുമല്ല ഇമ്പളെ ജാതി അടിച്ചത് കൊണ്ടാണ് അത് കണ്ടത്. നാഞ്ഞള എടുത്തിട്ട് ആരെയും മരിക്കലുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലത്തെ നല്ല വേറെ നിലവാരം. അതുകൊണ്ടൊന്നും ഇവിടെ പേടിക്കൂല കേട്ടോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഹക്കിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അതിൽ സുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥമായ പേര് പറഞ്ഞാൽ പോരാ. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് പരിപൂർണ്ണ ഈമാൻ കിട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ആക്കി തരാം. ഇന്ത്യയിലെ ഭരണം ഇവിടെ ഇന്ത്യ രാജ്യത്ത് എല്ലാവരും ജീവിക്കണം. ഇന്ത്യയിൽ എല്ലാവരും ജീവിക്കണം. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ, എപ്പോഴും അങ്ങനെ. അതിപ്പോ ഒരാളിൽ നിന്ന് മാത്രം പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് സൗഹാർദ്ദത്തിൽ പണ്ടെങ്ങനെ ഉണ്ടായോ അതുപോലെ ഉള്ള നിലവാരത്തിൽ നടക്കുന്ന ഭരണമാണ് ഇവിടെ വരേണ്ടത്. എന്നല്ല നമ്മളൊരാളിന് മറ്റൊരാളിൽ നിന്ന് കുത്തിയെടുക്കേണ്ടതല്ല. ആ രൂപത്തിൽ പണ്ടെങ്ങനെ സൗഹാർദ്ദത്തിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ അവിടെ ജീവിച്ചിട്ടില്ലേ? അന്നൊക്കെ വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഉണ്ടാക്കി തീർക്കണം. അത് നമ്മളതാ, ഇത് നമ്മളതാ. എടാ ആർക്കവിടെ ഉള്ളത്? ഭൂമി മുഴുവനും അള്ളാഹ്ക്കുള്ളതാ. അള്ളാഹാണ് നമ്മളും പഠിച്ചത്, ഓലും പഠിച്ചത്, കാഫറിനെയും പഠിച്ചത്, മുസ്ലിം പഠിച്ചത്. അള്ളാഹ്ക്ക് വേണ്ട എല്ലാ കാഫറിനും കൊന്നുകൂടി ചെയ്യും. അത് അള്ള ചെയ്യൂല. അള്ളാഹ്ക്ക് പണിയൊന്നുമില്ല. അള്ളാന്റെ അത്ര റഹ്മത്തുൽ വരുത്തുന്നുണ്ടോ? ആരുമില്ല. കാറൂൻ എന്ന് പറഞ്ഞ വലിയ ആദ്യം കാപ്പേസയ്ക്ക് അയാൾ കഴിയില്ലാത്തവന് മൂസാ നബിയോട് പറഞ്ഞു വേറുന്നു നെമത്ത് കൂടിയപ്പോ സക്കാത്ത് കൊടുക്കേണ്ട നർമ്മം വന്നു. 4-1 സക്കാത്ത്. അത് വെള്ളി ഒരുമിച്ച് കൂട്ടിയേക്കും 4-1 വെള്ളിയും പെണ്ണും ഒരുമിച്ച് കൂട്ടിയൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ കൊടുക്കാന്ന് കണ്ടപ്പോ എനിക്ക് വേദാറായി. അപ്പൊ എന്താക്കി? ഒരു പെണ്ണിനെ ശേഖരിച്ച് നീ പറയണം ദിനാനെ പറ്റി മുപ്പര് അത് കഴിയുമ്പോ ഞാൻ ചോദിക്കും, നിങ്ങൾ ദിനാ ചെയ്ത് അങ്ങക്കും അങ്ങനെ കുറ്റുണ്ടോ? അപ്പൊ ഈ പറയണോ, ആ എണീച്ചെന്ന് പറയണോ, അതാ ഇന്ന മൂസ ദിനാ ചെയ്തത്. അങ്ങനെ ഇവ എന്താക്കി ഒരുക്കി വെച്ചതല്ലേ. മൂസാ നബി പ്രശ്നം തോറായി പറഞ്ഞാൽ അല്ല തന്നെ വലിയ ഗീറത്തും ദേഷ്യമുള്ള ആളാണായിരുന്നു മൂസാ നബി. ആ പെണ്ണ് എണീച്ചെന്ന് പറഞ്ഞ് പെണ്ണാതെ തങ്ങൾ എനിക്ക് മാപ്പാക്കണം. ഇവൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് പറയാൻ വേണ്ടി പറഞ്ഞത്, എനിക്കൊരുപാട് പൈസ തന്നിട്ട്, അതുകൊണ്ട് ഞാൻ എന്നെ പറ്റി ഒന്നും പറയണ്ട, ഞാൻ പറയാൻ ചെയ്യാറില്ല. അപ്പം മൂസാ നബിക്ക് ദേഷ്യം പിടിച്ചു. അല്ലാഹുവേ ഞാൻ എന്ത് ചെയ്യാം? ഈ കാറൂനെ ഭൂമി രംഗത്ത് ഭയപ്പെട്ടി തന്നിരിക്കുന്നു, വേണ്ട ചെയ്തോ? മൂസാ നബി പറഞ്ഞു പിടിക്കുവരെ ഭൂമി പിടിച്ചു. ഭൂമിയിലേക്കാണ് മുങ്ങാൻ പോന്നു. കോടിക്കണക്കിന് പൊന്നും വെള്ളിയുള്ള ആളെ മുങ്ങി പിടിച്ചു മുഴുകാൻ പോകുന്നു. മുട്ടുവരെ എത്തി. എന്ത് പറഞ്ഞാലും മൂസാ നബി വിടൂല. വിടൂല. അവരും അവന്റെ കൊട്ടാരും സാധനമൊക്കെ ഭൂമിന്റെ അടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന മൂസാ നബിയോട്, മൂസാ നബി നിങ്ങൾ വല്ലാത്ത ആളാണല്ലോ, ഇത്ര പ്രാവശ്യം ആ കേണപേക്ഷിച്ച് നിങ്ങൾക്ക് ദയവതിയല്ലോ, ഇന്നോട് ഒറ്റ പ്രാവശ്യം പറഞ്ഞ അപ്പം തന്നെ ഞാൻ വിട്ടുകൊടുക്കൂലോ. അപ്പൊ അള്ളാന്റെ അത്ര വലുതല്ലേ? അപ്പൊ അള്ളാഹും കാഫറും ജീവിക്കണം, മുഅ്മിനും ജീവിക്കണം. നമ്മളെ കടിക്കുന്ന പാമ്പിനും പഠിച്ച അള്ളല്ലേ. പാമ്പ് നമുക്കുള്ളതാണ്. അല്ല, പാമ്പും തോടും അതിലൊക്കെ ചില ഗുണങ്ങളുണ്ടാവും, നമുക്ക് ഇതില്ല. അതുകൊണ്ട് റബ്ബേ അല്ലാഹു പറഞ്ഞതാണ്, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അസ്റിനെ തന്നെയാണ്, ആ കാലത്തെ തന്നെയാണ് ആ സത്യം എന്ന് വേണ്ട. അസർ വഖ്തിനെ എല്ലാ പല തഫ്സീറുണ്ട്. സത്യം എന്നിട്ട് അന്ന് എന്ത് വരുന്നു? സർവ്വ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസപരമായ സംഗതികൾ എന്റെ കവണം പോലെ വിശ്വസിക്കുകയും സാരി അമൽ ചെയ്യുകയും ചെയ്ത കക്ഷികളല്ലാതെ അവർ മാത്രം ഹക്ക് കൊണ്ടും ക്ഷമ കൊണ്ടും മഞ്ഞൊന്നും ഉപദേശിക്കുകയും വസിയത്തുകയും ചെയ്യുന്ന കക്ഷികളാരോ അവരല്ലാത്ത സർവ്വരും നഷ്ടത്തിലാണ്. ആ നഷ്ടപ്പെട്ട കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. വിജയിക്കുന്ന കക്ഷികളായ അല്ലാഹു നമ്മളെ എല്ലാവരെയും ആക്കി തരും. അതിനെ പറഞ്ഞാണ് അള്ളാഹു ബഹുമാനിച്ച ആടുകളെയും സാധനങ്ങളെയും ബഹുമാനിക്കും. അതിനെ നിന്ദിക്കാൻ തുടങ്ങിയ അങ്ങോട്ടം ഇബിലിസ് എന്തേ തെറ്റ്? ഇബിലിസിന് വല്ല കുറവുണ്ടോ? ഇല്ലല്ലോ. ഒരുപാട് ഭാഗത്തെടുത്ത് അള്ളാഹ് ഒരുപാട് അമൽ ചെയ്തല്ലേ ഇബിലിസ്. ദുനിയാവും ആകാശത്തും ഒക്കെ പോയാ
ഒടുവിൽ എന്ത് പറ്റി? അതന്നെ ഒരു സുജൂദ് ഒരു പറ്റിയില്ല. അവിടെ നിന്നല്ല തെറ്റിയത്. അതുകൊണ്ടൊന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളൂ. ഒന്നിരിക്കൽ ഹിസ്ബുല്ലാ അല്ല ഹിസ്ബുൽ ശൈത്താൻ. ഹിസ്ബുൽ ശൈത്താന്റെ പണിയാണെന്ന് അള്ളാഹു വന്നിച്ചാളുകളെ വന്നിച്ചൂടാൻ. ശിർക്കും കുഫ്റും ഒന്നും ഇപ്പൊ പഠിപ്പിക്കേണ്ട. എത്ര കാലം പഠിക്കുകയില്ല. ഖുർആനിലും ഹദീസിലും എല്ലാ ക്ലാസ്സിലും പഠിച്ചു. അതൊക്കെ നിങ്ങളായി പഠിച്ചു നമുക്ക് വേണ്ട. പഠിച്ചതൊക്കെ മതി. അതുകൊണ്ട് ഹക്കല്ല അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് നല്ല ഹിമ്മത്തും ഉണ്ടാവട്ടെ. അതിനുള്ള നല്ല കരുത്തും നമ്മൾക്ക് ഉണ്ടാവണം. അതാണ് വേണ്ടത്. അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിന്? കുറെ മുതൽ സ്വത്ത് ഉണ്ടാകാനല്ല. അവസാന കൽബിലെങ്കി ഇൽമൻ നൂറുല്ലാഹി യഖ്ദിർ ഫീ ഖൽബി അബ്ദിഹി. അല്ലാഹ് അബ്ദന്റെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശം കൊണ്ട് കൽബിലെങ്കിക്കുകയും ചെയ്തി പരിപൂർണമായി അങ്ങനെ ഈമാൻ കിട്ടി ഭരിക്കുന്ന കക്ഷികളിൽ പെടാൻ ആഖിബത്ത് നന്നായി കിട്ടാൻ നിങ്ങളെല്ലാം ദുആ ചെയ്യണം എന്ന് മാത്രം വസിയത്ത് ചെയ്തുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നതെല്ലാം മനസ്സിൽ വെച്ചു നിങ്ങൾക്ക് ദുആ ചെയ്യാം എന്ന വഅദയോടുകൂടി എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇൽമ് എന്ന് പറഞ്ഞാൽ കുറേ പഠിച്ച് എല്ലാ ഭാഷയും ഉണ്ടാക്കി ലോകത്തിന്റെ ഏറ്റവും വലിയ കലാലയോ ഉറക്കപ്പെണ്ണാക്കോ ഒന്നും ആക്കിയിട്ട് കഴിയുന്നില്ല. കാര്യം എവിടെ കിടക്കുന്നത്? കലാലയമൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ലോകത്ത് ഇൽമ് പ്രചരിപ്പിച്ചതാരാണ്? അത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. മുസ്ലിമീങ്ങളല്ലാത്ത ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാർ കാശ്മീരിനോപ്പോൾ കടൽ തീരത്ത് ഞണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന കൺകൂട്ടുന്നത് കാറ്റുകൊണ്ടുണ്ട്. ചരിത്രം ഞാൻ പറഞ്ഞാൽ പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദിന്റെ കാലത്ത് മഹാനവർ ഒരു ഘടികാരമുണ്ടായി റോമൻ ചക്രവർത്തിക്ക് അയച്ചു കൊടുത്തപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ ജാടുവാണ് എന്ന് പറഞ്ഞ് തച്ചുടക്കിയത്. അത്രയും അറിഞ്ഞുകൂടാത്തവരായിരുന്നു. അതുകൊണ്ട് അറിയുന്നവർ ഞങ്ങളാണ്, മുസ്ലിങ്ങളാണ്. പക്ഷെ നമ്മൾ ആ ഇസ്ലാമിന്റെ അറിവിനെ കൊണ്ടുപോയി നാശാക്കി. അതാണ് വേറെ ആരെ പറഞ്ഞിട്ടുള്ള കഴിയും. സ്പെയിൻ നിങ്ങൾ കേട്ടില്ലേ? ഉന്തുരുസ്. ആ നാട്ടിൽ 100 കോടി ഉയരത്തിലുള്ള രസഗൃഹങ്ങളുണ്ടായിരുന്നു. ഗവേഷണാലയം, നക്ഷത്രത്തിന്റെ നടത്തങ്ങൾ നോക്കുന്നു. അതൊക്കെ മുസ്ലിമുകൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? ഇന്നും നമ്മൾ പഠിക്കുന്നു എന്നല്ലാതെ അതിന്റെ അടിസ്ഥാനപരമായ കൃത്യമായ നിലയിലുള്ളത് പേരിലും പെരുമക്കും പലതും ചെയ്യും. ഇംഗ്ലീഷ് മീഡിയം വളരെ ആവശ്യമൊക്കെ വേണ്ടാന്ന് ഞാൻ പറയില്ല. അതിനെല്ലാം തൃപ്തിയില്ലേ? ഞാൻ ആദ്യം പഠിക്കേണ്ട ആദ്യം പഠിക്കണ്ടേ? എന്നിട്ട് വേണ്ട മറ്റുള്ള കലാലയത്തിലേക്ക് പോകാൻ. അതാ ഞാൻ പറയുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായ നബിയാണ്. എഴുത്തും വായനയും വരെ അറിയാത്ത നബിയാണ്. അങ്ങനത്തെ നബിയാണ് ഈ ലോകത്തെ മുഴുവനും ഒരുപോലെ ജനസമൂഹത്തെ അവരെ വഴിയിലേക്ക് തിരിച്ച് എന്തുകൊണ്ടാണ്? അള്ളാഹു ആസ്ഥാനം ഒരാൾക്ക് കൊടുത്താൽ വേറെ ആളെ സ്വീകരിച്ചിട്ട് കഴിക്കാൻ അതിന് മാറ്റം മതമുള്ളവരാക്കിയിട്ട് അള്ളാഹു അതിന്റെ നിശ്ചയിച്ചാണ്. ദീനെന്ന് പറഞ്ഞാൽ ലോകമെല്ലാം ദീനൊന്നുമല്ല. പിന്നെ നമ്മൾ പറഞ്ഞൊരു കേരളം. എന്ത് കേരളോ? അറബികൾക്ക് കേരളം മതിയയില്ല. അവരറിയുന്ന സാധനം മലബാറാണ്. കിരിയമും ഗബിയൂറും منها الفاكر ومنجرور ودهشل ويتصل عمله بعماء والتار. هذه العبارة.
ومنه يجيء الفلفل إلى جميع الدنيا ലോകം മുഴുവനത്തേക്കും വ്യവസായം കുരുമുളക് കയറ്റി അയച്ചു വന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇതാണ് ഇമാം മൊസാരിയുടെ കാലത്ത് തന്റെ കാലത്തുള്ള അത്രയും അറിവുള്ള ഒരു മുഹദ്ദിസ് മലബാറിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് അയാൾ ഉണ്ടായത് ചരിത്രം നമ്മളില്ല. അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. അല്ലാഹു ഒരുവനാണെന്നുള്ളതിന്റെ തെളിവാണത്. അല്ലാഹു ഒരുവനാണെന്നുള്ളതിന്റെ തെളിവുണ്ട്. അവൻ സമദാവും. സമദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ യഹ്താജു കുല്ലു ശൈഇൻ ഇലൈഹി വഹുവ ലാ യഹ്താജു ഇലാ ശൈഇൻ. അവനല്ലാത്ത എല്ലാം അവനെക്കൊള്ള മഹത്താതാണ്. അവൻ ഒന്നിലേക്കും മഹത്താതല്ല. അതാ സമദ്. അങ്ങനത്തോനാവുമ്പോ അവൻ ഒരുവനല്ലാതെ പറ്റില്ല. അതിന്റെ ക്യാസൊന്നും കുട്ടിയപ്പോടെ ചെയ്യാവില്ലോ, പറയാനില്ല. അപ്പൊ അല്ലാഹു സമദ്. പിന്നെ ബാക്കിയെല്ലാം അപ്പൊ സമദ് ആ ഒരൊറ്റ ഇസ്മിന്റെ ഖാസിയത്ത് എന്റെ ഇതാണ്. സമദ് എന്ന ഇസ്മിനെ പതിവായിട്ട് ചെല്ല ഭക്ഷണം വേണ്ടിയില്ല. അത്രയും പ്രധാനപ്പെട്ട അള്ളാന്റെ അസ്മാവിന് പല ഖാസിയത്ത് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. എല്ലാ വിധത്തിലും അല്ലാഹു ഒരുവനാണ്. ഏത് പണിയും നമുക്ക് നടക്കാം. നമ്മൾ ആ ഹക്കനൊടിച്ചു നിന്നിട്ട് പ്രവർത്തിക്കാനാണെങ്കിൽ എല്ലാം ഉണ്ടാവും പരാജയം. സുന്നത്തുലമയത്തല്ലാത്ത ഒന്നും നമ്മൾ നടക്കും. പിന്നെ സുന്നത്തുലമയത്തല്ലാത്തൊക്കെ ഇല്ലാതാക്കാൻ കഴിയോ? ഒരിക്കലും കഴിയുമെന്നുള്ള വിചാരം വേണ്ട. അവരെങ്ങനെ ഭിന്നിച്ച് പാടിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറഞ്ഞല്ലേ. അപ്പൊ അതൊക്കെ റസൂലിനോടുള്ള ഹുബ്ബ് തൊള്ളോണ്ട് പറയാനല്ല കേട്ടോ. തൊള്ളോണ്ട് പാടി പറഞ്ഞുകൊണ്ടൊന്നും ഹുബ്ബാകൂല. ശരിയായ ഹുബ്ബ് ഹൃദയത്തിലുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. എല്ലാ വിഷയത്തിലും ആ റസൂലിനെ മഹബത്ത് വെക്കാത്ത ആൾ ദുനിയാവിലുണ്ടാവും. മൃഗങ്ങൾ വരെ ഒരു ദിവസം ഒരു ഒട്ടകം റസൂലും സഹാബത്തും ഇരിക്കുന്ന മജ്‌ലിസിൽ ഒരു ഒട്ടകം ഇങ്ങനെ ഓടി വരും. ഒട്ടകത്തിന് ബുദ്ധിയുള്ളോ? ഇല്ലല്ലോ. മൃഗല്ലേ. ഓടി ഓടി വരുന്നുണ്ടപ്പോൾ റസൂൽ ഇങ്ങനെ നോക്കി, എന്താ ഈ ഒട്ടകത്തിന് ആരോ പായിപ്പിക്കൂട. നോക്കുമ്പോ അതിന്റെ പിന്നാലെ ഒരാളുണ്ട് വരുന്നത്. ഒട്ടകം വന്ന് റസൂലിന്റെ അടുത്ത് വന്ന് അതെന്തോ ഒന്ന് മുരളി. അതിന്റെ ഭാഷ ഇപ്പൊ നമുക്ക് ചെയ്യില്ല. താങ്കൾക്ക് എല്ലാ ഭാഷയും ചെയ്യും. ശ്രീരാമനെ സിനിമാ നബിക്ക് വായിച്ചോലെ റസൂലിനറിയാത്ത ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ കണ്ണിന്ന് വെള്ളം വരുന്നു. ഒട്ടകത്തിന്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ നിറവഴിച്ചുകൊണ്ട് ഒട്ടകം പിന്നെ ഒന്നും കിട്ടി. അപ്പൊ സഹാബത്തിനൊന്നും മനസ്സിലായില്ല. ഒടുവിൽ ആ ഒട്ടകത്തിനെ പിന്നാലെ വരുന്നാളെ വിളിച്ചോളൂ. ഇതേ നിന്റെ ഒട്ടകത്തിനെ നീ വിൽക്കണം. ഓ, എത്ര വില? ഒരു വില കൊടുത്തു. ഒട്ടകത്തിൽ റസൂലുണ്ട് വാങ്ങിയിട്ട് റസൂൽ വാങ്ങി പോയിക്കോ. ഓനും ഞാനൊന്നും കാട്ടൂല. ഒട്ടകത്തെ സഹാബത്തിന് വലിയ അതിശയായി. എന്താ നബിയാ ഒട്ടകം തങ്ങളോട് പറഞ്ഞു? അതൊന്നുമല്ല, ഞാൻ ഇതുവരെ ആ മുതലാളിന്റെ പണിയെടുത്തു. വെള്ളം തരുന്ന പണികളൊക്കെ ഞാൻ എടുത്തു. ഒടുവിൽ എനിക്ക് വയസ്സായപ്പോ ഇനി എന്നെ കൊണ്ട് വെള്ളം തകൂലാന്ന് കണ്ടപ്പോ എന്നെ പിടിച്ച് അടക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ താങ്കളെടുത്ത് ഓടി വന്നത് കേട്ടോ. ഇത് വെറുതെ വരെയല്ല, ഇങ്ങനത്തെ എത്ര എത്ര സംഭവങ്ങളുണ്ട്. ആ റസൂലിനോടല്ലാതെ ആരോടെ പോയി പറയാ? വേറെ പറയാൻ പറ്റുന്ന ആൾ ഒരു മഖ്ലൂഖിനുമില്ല. എല്ലാ മഖ്ലൂഖിനും ആവശ്യം തങ്ങൾ. മൃഗങ്ങൾ വരപ്പിന്റെ ബുദ്ധിയുള്ള നമ്മളെ പോലത്തെ കുറെ നായ്ക്കൾക്ക് റസൂലിനെ മദീഹത്തുള്ളതെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യന്മാരുമല്ല, മൃഗങ്ങളുമല്ല. ഇവർ നാദാനം ചെയ്യും. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅ ദീൻ അതേ ഉള്ളൂ. അല്ലാത്ത ദീനല്ലടോ. സുന്നത്ത് റസൂലുള്ളാഹി വ ജമാഅത്തി സഹാബ.
അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടി സഹാബത്താകുന്ന ജമാഅത്ത്. കാരണം റളിയല്ലാഹു തആല അൻഹും റളു അൻഹു അള്ളാഹു ഖുർആനിൽ പ്രത്യേകം ചെയ്തവരാണ്. അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, അവർ അന്നാരെ തൊട്ട് തൃപ്തിപ്പെട്ടു. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ചെറിയ പൊരുത്തം ഏറ്റവും വലുതാണ് എന്നുള്ള ഖുർആനിൽ പറഞ്ഞതല്ലേ. ആ സഹാബത്ത് അങ്ങോളം കൊണ്ടുവന്നതല്ലാതെ വേറെ ഇവിടെ പിന്നെ ടെർമാക്കിനൊക്കെ പറഞ്ഞ് നമ്മളെ തൊള്ള വിളക്കാക്കാൻ കേട്ടോ. ടെൻമാർക്ക് കൂട്ടിലൊക്കെ പറഞ്ഞ് ഇപ്പൊ പറയേണ്ട കാര്യമല്ല. സാധനങ്ങൾ അവര് എന്തെല്ലാം ദുനിയാവിലുണ്ടാകും. അതുകൊണ്ട് റസൂലിന്റെ വല്ലതും പറ്റൂ. ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയോ ഒരു ജൂതനോ അത് പറയാൻ ഉറപ്പില്ല. പറയാൻ അവർക്ക് ധൈര്യം കൊടുത്തത് ആരാന്നറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതാണ് ശരിയായത്. ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊള്ളണം. നമ്മളങ്ങനെ നിൽക്ക, അപ്പൊ യാതൊരു തകരാറും ഞങ്ങൾക്ക് വരില്ല. അഥവാ വന്നാൽ ക്ഷമിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് 13 കൊല്ലം മക്കത്ത് റസൂൽ എങ്ങനെ വാർത്തു? എത്ര വലിയ കഠിന ശത്രുക്കളാണ് അവര്. ഇദാ കാന ഹാദാ കാഫിറുൻ ജാദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. തങ്ങളെ മുത്താപ്പിന്റെ അബൂലഹബ് അവന്റെ ഹാലെന്താണ് അറിയോ? അവന്റെ ഹാലെന്താണ്? മുഖല്ലദുൻ പിന്നാളെന്ന് ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടവനല്ലേ. കാലകാലം നരകത്തിൽ. അങ്ങനത്തെ കാഫായ അബൂലഹബിന്റെ നിലപാടെന്ത്? വന്നിരിക്കുന്ന ഹദീസിലുണ്ട് എല്ലാ തിങ്കളാഴ്ചയും. ആ മാസം റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയല്ല, ലോകത്ത് വരുന്ന ഖിയാമം 1-ാം തീയതി വരെ വരുന്ന നാളുകളിൽ എല്ലാ തിങ്കളാഴ്ചയും ആ നരകത്തിൽ കിടക്കുന്ന അബൂലഹബിന് അദാബിനെ തഖ്ഫീഫ് ചെയ്യപ്പെടും. അന്ന് എളുവാണ്. എന്തുകൊണ്ട്? നബിയെ കൊണ്ട് സന്തോഷിച്ച കാരണത്താൽ. അതുകൊണ്ട് ആ റസൂലിന്റെ ഹക്കുണ്ട്. നമ്മളെ എല്ലാ ദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മൾ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ഒഴിവായവരല്ലോ. പല തെറ്റും കുറ്റമൊക്കെ നമ്മളെന്ന് വരും. നമ്മളിവിടെ മഹസൂമികളാരുമില്ല. അമ്പിയാക്കളെ മഹസൂമികളുള്ളൂ. ആ എല്ലാ തെറ്റും അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ചെറുതും വലുതുമായ സർവദോഷങ്ങളും റബ്ബേ നീ വിട്ടുപുറത്ത് മാഫാക്കാൻ റബ്ബേ. അടിയങ്ങൾക്ക് വേറെ ആരുമില്ല. നമ്മൾ അടിയങ്ങളാണ്, നീ ഞങ്ങളെ യജമാനനാണ്. റഹ്മത്തിന്റെ മഹബത്താണ് അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂലിനെ എളിയാക്കി നിങ്ങൾ ചോദിക്കും. ഞങ്ങൾ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ റഹ്മാനെ. തെറ്റുകൾ വരണ തൊട്ട് നമ്മളെ നീ കാക്കുകയും ചെയ്യണേ റഹ്മാനെ. പിന്നെയോ ഞങ്ങളെ എല്ലാ രോഗങ്ങളും സുഖമാക്കണ. മാരകരോഗങ്ങളായ ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടാത്ത പല രോഗങ്ങളും ഉള്ള കാലമാണ്. ആ വക രോഗങ്ങളെ തൊട്ട് നമ്മളെ സർവ്വതയും കാക്കണേ റഹ്മാനെ. ക്യാൻസർ, എയ്ഡസ് തുടങ്ങിയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. റഹ്മുറാഹിദമായ തമ്പുരാനെ, അതിന്റെ വല്ല അണുക്കളും നമ്മളെ ദേഹത്ത് കുടുങ്ങി അതും നീക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇല്ലാത്തവർക്ക് വരുത്തരുതേ റഹ്മാനെ. അതുപോലെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആ ഹറമൈൻ ശരീഫിൽ ഹജ്ജ് ചെയ്യാൻ മദീനയിൽ പോയി റസൂലിന് സിയാറത്ത് ചെയ്യുവാൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അതിനുള്ള എല്ലാ കഴിവും നീ തരണേ റഹ്മാനെ. രണ്ടു വീട്ടിലും പരിപൂർണ വിജയങ്ങളാണ്. ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ എല്ലാവർക്കും ഈമാൻ വേണം. ഞാൻ അതല്ല ഈമാൻ എന്താണ് സാധാരണ എല്ലാവരും മിങ്ങിലാണ് പോരാ. ആലിമീങ്ങളായ നമ്മൾക്കത് പോരാ. നമുക്ക് എന്ത് വേണോ? ഇൽമ് എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കണമെന്നല്ല.
വയത് പറയലോ കിതാബ് കൊടുക്കലോ ഒന്നുമല്ല. ഇൽമ് നൂറുൻ യഖ്ദിഫു അല്ലാഹു ഫീ ഖൽബി അബ്ദിഹി. അബ്ദിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടു കൊടുക്കുന്ന ഒരു പ്രഭയാണ്. ആ പ്രഭ അങ്കിയാൽ അല്ലാഹുവിന്റെ മഅരിഫത്ത് നമ്മളെ ഹൃദയത്തിൽ വരും. അപ്പോൾ നമ്മൾ പൂർണ്ണമായ അല്ലാഹുവിലേക്ക് ആ നബിന്റെ പൂർണ്ണമായ ഇത്തിബാണ് ആവശ്യം. അങ്ങനത്തെ നിലയ്ക്ക് നമ്മളെ കൽബിലെങ്കിൽ പരിപൂർണ ഈമാൻ കിട്ടി നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ നമ്മളെ സർവരെയും നമ്മളെ സന്താന പരമ്പരകൾ ഖിയാമം വരെ വെറുതെ വരും. എല്ലാ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുള്ള ആളുകളുണ്ടോ മുസ്ലിമീങ്ങളിൽ അങ്ങനെയുള്ള സുന്നികളെ എല്ലാം നീ അങ്ങനെ ആക്കണേ റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പിന്നെ ഈ നിലയ്ക്ക് പരിപൂർണമായി നിലയ്ക്ക് ആ കൽബിലെങ്കിൽ മരിക്കുന്ന പൂർണ്ണമായി ഈമാൻ കിട്ടി മരിക്കുന്ന മരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യും. അതിനുവേണ്ടി നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യും. എനിക്ക് ഓർമ്മ വരുന്ന മജിലിസിൽ വെച്ചെല്ലാം നിങ്ങൾക്ക് ദുആ ചെയ്യാൻ എന്ന വാഗ്ദാനം ഞാൻ ചെയ്തുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മക്കൊരൊറ്റ സംഗതി ദീന് എന്ന് പറയുന്ന സാധനം അതെന്താന്ന് ആദ്യം മനസ്സിലാവും. الدين والنصيحة. ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താവുന്ന നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും പറഞ്ഞ ഹദീസാണ്, സഹിഹായ ഹദീസാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആർക്ക് നബിയെ നസീഹത്ത്? ലില്ലാഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അല്ലാഹുവിന്റെ നസീഹത്ത്. അപ്പൊ നസീഹത്തിന്റെ അർത്ഥം നമുക്ക് പിടില്ല. നസീഹത്തിന് ഒരു ഉറുതി പറയാന്നല്ലോ അർത്ഥം. ഓരോ ലഫ്ളിനും എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്. നമ്മളെ ഉസ്താദ് കന്നി മുസ്ലിം ഈ ഹദീസ് ഓതുമ്പോ അദ്ദീനു അൻ-നസീഹ ലില്ലാഹി, അല്ലാഹുവിന്റെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? അവിടുന്ന് എല്ലാം നമുക്ക് പറഞ്ഞിരിക്കും. അപ്പൊ പറഞ്ഞു ആ നസീഹത്തിന് ഒരു ഉറുതിന്നല്ല. ആരോട് നമ്മൾ നസീഹത്ത് പറഞ്ഞു ആ നസീഹത്തിൽ ഉദ്ദേശിക്കപ്പെട്ട മൻസൂഹിലെ ഉള്ളു അയാളെ ഹക്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നാണ്. അപ്പൊ അള്ളാഹ്ക്ക് നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഹക്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കണം, അല്ലാതെ നമ്മൾ എങ്ങനെ കണക്കിലെടുക്കണം, അതെല്ലാം നമ്മൾ ചെയ്യണം. അതിന് ബലപ്പെട്ടില്ല. അതവൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പൈസ കൊടുക്കണം. എന്തെങ്കിലും പറഞ്ഞ് നേരെ പഠിപ്പിച്ചിട്ട് എന്താണോ അത് കഴിയും. ഞങ്ങൾ വീണ്ടും വീട്ടിലെ ചോദിച്ചു, പിന്നെ എന്താണ് ഉത്സാഹം അർത്ഥം? നമ്മൾ എന്ത് വെക്കണപ്പോ എന്നൊരു മലയാളം തെറിഞ്ഞു പറയും. നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞാൽ അതാണ് അവൻ നസീഹത്തിന്റെ അർത്ഥം. ഏത് അർത്ഥം ലോകിയാർത്ഥം ഇത്രയാർത്ഥം ചോദ്യം പഠിച്ചില്ലേ? സ്ഥലത്തിന് എന്താണ് അർത്ഥം?
അവിടെ പൂർത്തിയെത്തിയത് നിങ്ങളോട് രക്കാത്ത് വാങ്ങിക്കോളോ എന്നിട്ട് വന്നു പൂർത്തിരിച്ചോളാം മയത്ത് കഴിക്കാൻ തങ്ങൾക്ക് ദ്വാരം കൊടുത്തോ തങ്ങളുടെ ദ്വാരവർക്ക് സമാധാനം പഠിച്ചാലും മനസ്സിലാക്കില്ല. അപ്പൊ അവരുടെ സ്ഥലത്തിനർത്ഥം മുതലാണ് അത് മാത്രമേ ഈ സ്ഥലത്തിനർത്ഥമുള്ളൂ. വേറെ അർത്ഥം അതൊക്കെ വിശദമായി പറയാനായിരുന്നില്ല. ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പറഞ്ഞാൽ സാധിക്കില്ല. മനുഷ്യന്മാർ ഓരോ കുട്ടിയൊന്നും നിങ്ങളുടെ എഴുതുണ്ടാവും എഴുപത് എഴുതൂടെ കുറവ് നോക്കും. അതുപോലെ നമ്മുടെ ഉത്താദനെ വിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞു മൂപ്പരെ കുറയ്ക്കാണ് എന്റെ മഹത്വക്കാരില്ല. ഒരു അങ്ങേയറ്റത്തെ മഹത്വക്കാവ് ഒരു മുന്നണിയ ആർക്കില്ലാത്ത ഉക്രമിയ അടിമാറുന്ന സംശയമില്ലാത്തതാണ്. അവർ പറയുന്നു തങ്ങളെ അതിന് അർത്ഥമക്കുന്നത് ഞാൻ ഒരു ജവാനുമാരെ ആക്കണം. ഒത്താശയില്ലാതെ ഭർത്താവ് ഒരു മാറി ഒത്താശ ജനങ്ങൾ ഒത്താശയില്ല ബാക്കി ഒത്താശ എന്തൊക്കെ നമ്മളെ വീട്ടിലെ വിധി ഒത്താശ നമ്മൾ എന്തെല്ലാം ചെയ്യണമോ അവർക്ക് കഴിവായ എല്ലാ സാഹചര്യങ്ങളും ചെയ്തു എന്തെല്ലാം വിശ്വസിക്കണോ അത് വിശ്വസിക്കും. അങ്ങനെ ഇനി അതിന്റെ അയിമത്തിന്റെ ഹക്ക് അവരെ ഹക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ ഹദീസിന്റെ റാവിയറാണ് ജലീൽ അബ്ദുല്ലാഹി ബദരി റളിയല്ലാഹു അൻഹു. പഠിച്ചിട്ടില്ലെന്നും പഠിച്ചെങ്കിലും ഒക്കെ വാക്കാം. ജലീൽ അബ്ദുല്ലാഹി ബദരി ഹദീസിലാണ് താങ്കൾക്ക് എത്തിയിരുന്നില്ല. തന്റെ വടുവനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വാഹനത്തിന് നീ വിലയാക്കിക്കൊണ്ട് പൈസ ഞാൻ കൊടുത്ത് കൊടുത്തോളാം. നല്ല വാഹനം കുതിരൻ ആദ്യം വന്നു എന്നെ കുതിരക്ക് എന്താ വില 400 വെള്ളി 400 500 വെള്ളി പിന്നീട് കുതിര കുതിരൻ 500 വെള്ളിക്ക് കുതിര 200 വെള്ളി അപ്പൊ ആളെ ചോദിച്ചു എന്ത് കച്ചവടമാണ് എന്റെ അത് പറഞ്ഞു കിട്ടാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞാലോ മുസ്ലിം എല്ലാ മുസ്ലിമും മുസ്ലിം ചെയ്യണം. അവന്റെ ഹക്കിൽ ഗുണമുള്ളത് ഏതോ അതേ ചെയ്യാവുക. അപ്പൊ ഓന്റെ സാധനത്തിൽ പുതുപ്പത് പതിനാണ് കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അള്ളാഹ് യാത്ര നമുക്ക് ഇഷ്ടമല്ല. ഒരു തലവേദന ഒരു സാധാരണ കരണ്ട് പ്രശംസന്റെ വേണോ വേണ്ടത് ഒരു പനി വന്നു. ഓ അങ്ങനെ പനി വേണ്ട എന്തെല്ലാം കാര്യം
അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തെ ചെന്ന് പറഞ്ഞാൽ ഒരു തൊട്ടിൽ അതിന്റെ നമുക്ക് അമേരിക്ക അപ്പോ വേണ്ട പോലെ ഉള്ള പഠിക്കുന്നത് പഠിപ്പിക്കുന്നവരും ഒന്നും സാധിക്കുന്നില്ല. നമുക്കെല്ലാം നല്ല വിളിച്ചു അപ്പോ എന്താണ് അവർക്ക് ഉള്ളതാവുന്നുണ്ട്. നമ്മൾക്ക് മോശമായാലും അവരെ മറക്കരുത്, മറക്കേണ്ടി വരുന്നത് എല്ലാവരും മഹാന്മാരായ മാനവர்கள் എത്ര വലിയ മഹാനാണ്. കോട്ടെ ശേഷം ഈ നടുണ്ടാവില്ല അൻപത് പറവത്ത് കിടക്കുന്നതാണ് ശരിയാണ്. മനുഷ്യർ തന്നെ വാതിൽ അടച്ചിട്ടുകൊണ്ട് രാത്രി മുഴുവനും വാതിൽ ഹാജിയോടും എല്ലാം കൽപ്പിച്ചു. ശബ്ദം ഉറക്കുന്നു, നാട്ടിൽ ഉറക്കുന്നു. കുറെ കഴിഞ്ഞപ്പം ശബ്ദം കേൾക്കുന്നു. നക്ഷത്രത്തിൽ പ്രകാശത്താൽ നീക്കുന്നു. അൽ ഹബീബ് ആ ഹബീബിലേക്ക് പോയിത്തരുന്നു. അവരുടെ ലോകത്തിൽ ജീവിതകാലത്താണെല്ലാം. അതുപോലെ തന്നെയാണ് നമ്മളെ ആ വർക്കത്ത് കൊണ്ടാണ് അവരുടെ സംഘാടകരും അപ്പുള്ളവരും വർക്കവും എല്ലാം അത് മനസ്സിലാക്കുക. അങ്ങനെ അവരെ പൊരുത്തത്തിലായ കാര്യം ലഭിച്ചു. വെറും നമ്മളെ കാട്ടിലും മാത്രം നോക്കിയപ്പോഴാണ് ഒരാളെ ശക്തിയൊന്നുമല്ല. ഇവിടെ പാടുന്നത് വലിയ ശക്തന്മാരല്ല. അപ്പോ നമ്മളെ ഇബ്രാഹിം അയാൾക്കാണെങ്കിൽ സുഖക്കേട് പറഞ്ഞാൽ എങ്കിലും അതിന്റെ മുമ്പിൽ അതിനെ മുമ്പിൽ പോയി ദീർഘായുഷ്മാർഗവും അവർക്കും കമ്മറ്റിക്കാർക്കും മറ്റുള്ളത് പറഞ്ഞു കൊടുക്കട്ടെ. സുന്നത്തരമായത്തിൽ ഉറച്ചു നിന്നോ, അല്ലാതെ തെറ്റിയ ഒന്നിനെ ഞാൻ വെക്കുക. അപ്പം പിടിച്ച് പുറത്താവും. ഞാനവിടെ ചെയ്ത് പുറത്തേക്ക് പോയി. അതാണ് സംശയം വേണ്ട. അതേ നമുക്ക് വിശ്വസിച്ചു. സുന്നത്തരമായത്തിൽ തന്നെ മറ്റൊന്നും മറികൊണ്ട് നടക്കേണ്ട. ഇന്നും ഒന്നേ ഉണ്ടായ സാധനമൊന്നല്ല തിരുവടി. ഇത് ശരിയായ രൂപത്തിൽ അത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയണ്ട. ഞാൻ വയതൊരു അവസരം വയത് പറയേണ്ട ആവശ്യമില്ല. ഇന്നെ തുടങ്ങുന്ന ദിവസമാണെന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പുതിയ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഏപ്പിനെ ബാക്കിയുള്ള ആരും കണ്ടിട്ടില്ല. പിന്നെ മൂപ്പര വാക്കാണ് എന്നെ ഇതിൽ ഓർപ്പിച്ചത്. നിങ്ങളെ ഹക്കുമ്പലാണ് ഹക്കിന്റെ മേൽ ഉറച്ചു നോക്കണം. അണങ്ങിപ്പോകാൻ പാടില്ല. അത് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു. അങ്ങനെ അപ്പൊ അത്രേ. അതിപ്പം നമ്മളെ തങ്ങള് പറഞ്ഞ കറാമത്ത് തോന്നുമല്ല, എത്രയോ ഉണ്ട്. പെരുത്ത ആളുകൾ വന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും വരാൻ കഴിയാത്ത ആളായതുകൊണ്ട് അതൊന്നും ഞാൻ അറിയില്ല.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെ നമുക്ക് അതിൽ നിന്ന് ഒരു വിധത്തിലും തെറ്റിപ്പോകാൻ അത് നിലനിന്നുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളെ സന്താന പരമ്പരകൾ ഖിയാമം വരുന്ന ആളുകളെയും അല്ലാഹു ആക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളും ദുആ ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആരോഗ്യം മാത്രമല്ല, വയസ്സും വരും. ഇബ്രാഹിം സാഹിബ് വിളിച്ചിപ്പ മന്ത്രിയായോ? അടുത്താവും ഇൻഷാ അല്ലാഹ്. CM പിടിച്ചൊരു മോശാകൂല. എന്നെ പിടിച്ച് വേറും ഏതും പേടിക്കണ്ടാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ എല്ലാ മഹാന്മാരും വന്നു. എനിക്ക് കഴിയൂല, പറയാനും അറിയില്ല. CM മതി നമ്മളെ തങ്ങൾ പറഞ്ഞു ഉദ്ഘാടന പ്രശ്നം അതാ ഇതുവരെ ഇതാ ഈ CM സെന്റർ എന്ന് പറഞ്ഞ ഇവിടെ കൂടി ആളുകൾ ഞാൻ വരുമ്പോ പോകാനും വരാൻ കഴിഞ്ഞു. അത്ര ആളാ. ഞാനൊരു പാർട്ടി ഓതിതായിരുന്നു. രാഷ്ട്രീയ ഓതി വരക്കാൻ അവിടെ പറ്റൂല, അത്ര തിരക്കായതുകൊണ്ട് അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെയും ഉദ്ദേശമല്ല. ഞാൻ പോയിട്ട് ഉള്ളാത്തെത്തുമ്പോൾ പാസ്പോർട്ട് അവിടെ ഉണ്ടാകണം. ഞാൻ ഒരുത്തരോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്നത് എന്തെങ്കിലും കാണാതായ ഞാനെന്തായിരുന്നു? എനിക്കൊരു പാപ്പൻ ഇന്നമ്മന്റെ പാപ്പൻ കൊന്നാരല്ലേ കുഞ്ഞുള്ള തങ്ങൾ മൂപ്പരെ വിളിക്കരുത്. മൂപ്പരെ വേണ്ടി ഒരു നീർച്ചാക്കും, ഒരു ഫാത്തിയ ഒരു യാസീന നീർച്ചയാക്കി അത് ഓതി കഴിയണതിന് മുമ്പ് ആ സംഗതി കിട്ടും. ഇത് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ അവിചാക്കന്മാരായി, ഒരു വലിയ അവിചാക്കന്മാരെ കാണാതായ വർത്താനം പറഞ്ഞത് കുഞ്ഞുള്ളപ്പാപ്പ തങ്ങളെ കുഞ്ഞുള്ളപ്പാപ്പ പേരില് ഞാന് പിന്നെ ഓതട്ടെ എന്ന് പുതിയ എനിക്കത്ര കിട്ടണില്ല. ഒരു യാത്രയിൽ ഞാൻ തീർച്ചയാക്കി വെച്ചു പോകാനാവുന്നത് കിട്ടിയാൽ മതിയല്ലോ. അള്ളാഹു എത്തിക്കട്ടെ. അവരെ ബർക്കത്ത് നമുക്ക് കിട്ടിയാൽ തന്നെ മതി, ആരതും വേണ്ട. അതിനല്ല ഈ ആളൊക്കെ കൂടിയത് നമ്മളാരെ പ്രശ്നം കാക്കാനട്ട. അതൊന്നുമല്ല, CM വലിയുള്ളാഹിന്റെ ആണ്ടാണല്ലോ. അതിന് നമ്മൾ അവരെ മരിച്ചപ്പോ ഞാൻ എത്തിയതെത്തിനെ കുതിരത്തെന്നറിയുങ്ങൾ. ഞാൻ ഉള്ളാളത്തുള്ള ഞാനെങ്ങനെ ഇവിടെ എത്തുക? ഞാൻ കാഞ്ഞങ്ങാട് വന്നെന്തോ ഒരു ആവശ്യത്തിന് അന്ന് അവിടെ നിന്ന് നേരെ സ്റ്റേഷനിൽ കാത്തു ടിക്കറ്റ് എടുത്തിട്ട് അപ്പോ ഒരാൾ വന്ന് പറഞ്ഞ് CM മരിച്ചു. ഉടനെന്താക്കി നേരെ കോഴിക്കോട്ടേക്ക് കയറി. കോഴിക്കോട്ട് കയറി നോക്കുമ്പോ അവിടുന്ന് മൂപ്പര മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. മേൻ കാറ് പിടിച്ച് ഇങ്ങോട്ട് വന്നു. അല്ലാഹു എത്തിച്ചതാണത്. അങ്ങനെ എല്ലാ സംഗതി ഓനാക്കിയാലേ നമ്മളൊക്കെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് നല്ലത് ചെയ്യാനും ചീത്തത് ഉപേക്ഷിക്കാനും ഉള്ള തൗഫീഖ് അല്ലാഹു അവരെല്ലാം ബർക്കത്തുകൊണ്ട് നമുക്ക് ചെയ്തു തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കാൻ എന്റെ പണിയല്ല. ഏതായാലും അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളോട് സ്നേഹവും മഹബത്തും ഞങ്ങളെ ഹൃദയത്തിലുണ്ടാവണം. അതുകൊണ്ടല്ലാതെ രക്ഷപ്പെടൂല കേട്ടോ. വലിയ തൗഹീദിന്റെ ആൾക്കാർ ആ കള്ളനെ നമുക്ക് എന്താക്കണം? തൗഹീദ് എന്ന് പറഞ്ഞ് നടക്കണം. എന്താണ് അവരെ ഹാരി? ഇപ്പൊ നാളെ പേരോട് വിളിച്ചേരുന്നു. എന്താ ഇങ്ങളെ അയാളാണല്ലോ ഇപ്പൊ CD ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് നടക്കുന്നത്. അപ്പൊ ഒരു ദിവസം വന്ന് പറഞ്ഞോളൂ, ഒരുത്തനായിട്ട് വലിയൊരു സംസാരമുണ്ട്. ആയിക്കോട്ടെ, ഓനെ പറഞ്ഞങ്ങ് മുട്ടിച്ചാലി ഓർക്കൊന്നും അറിയില്ലാന്ന് വെറുതെ ആളെ കോലം കെട്ടണല്ലേ. അല്ല, നല്ല മെയ്യാന്മാർ സംസാരിക്കാൻ പറ്റുമല്ലോ. ഏതെങ്കിലും ഒരു വിവരമുള്ള ആളോട് സംസാരിക്കാൻ പറ്റില്ല.
എന്നിട്ട് ഇതിങ്ങനെ കാണിക്കും. അറിയും പേരോടെ അതെ ബുഹാരിയിലങ്ങനല്ലേ, മറ്റേതിങ്ങനല്ലേ, ഒരക്കല്ലേ എന്നൊന്നും ഇയാൾ പറയില്ല. അപ്പൊ കണ്ടുണ്ട് ഇയാളുമുണ്ടായി. എന്നാൽ അത്രയും ജയിച്ചിട്ടല്ലോ. പിന്നെ പറഞ്ഞു നോക്കുമ്പോ അല്ല കല്ലില്ല. ഇതാണ് ഈ പഹേറ പണിപ്പോ. അതിലൊരു സീഡിങ് വീഡിയൊക്കെ ഒന്ന് ഇറങ്ങി. ഇതിന്റെ ഇടയിൽ പേരോട് വേറൊരാൾ കൂടി വന്നു. സീഡ് തരാൻ എനിക്ക് അതിന്റെ മിഷീനെല്ലാം വാങ്ങിയിട്ട്. അപ്പൊ ഒരാൾ പറയുമ്പോൾ ഞാൻ എന്റെ വക തരുന്ന ആളാണ്. അയാളൊരു ഞാൻ അതിന്റെ മുമ്പ് നോക്കലോ അത് വെച്ച് നോക്കുമ്പോ എന്റെ പ്രസംഗം പറയലോ ഇയാള് പറയലോ ഒക്കെ ഈ കണ്ടു. ഇതാണ് ഇപ്പൊ ലോകത്തിപ്പോ വലിയ പണി. പണ്ട് ഇങ്ങനൊന്നുമില്ല. ഇപ്പൊ മെഞ്ഞാന്ന് നമ്മളെ മൈദനിന്റെ യോഗത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു പോയി കുറച്ച് ഇപ്പോഴത്തെ ലോകത്തിന്റെ നിലവാരത്തെ സംബന്ധിച്ച്. അങ്ങനെ ചിലര് പൊന്തിടോ പൊന്തി ആകാശത്തെ അത്ര അങ്ങ് പൊന്തും. പിന്നെ ഓന അള്ളാഹു ഒരു താത്തൽ താത്തു. ഒരുത്തനും പൊന്തിയ എവിടെയും പൊന്തൂല. പൊന്തിയോൻ അള്ള മാത്രമേ. അതാണ് അള്ളാഹുവിന്റെ നിയമം തന്നെ. പിന്നെ ഒരുത്തം വലിയ പൊന്തി അവനെ താത്താൻ വേറൊരാളെ കൊണ്ട് അടിച്ചമർത്തണം. അള്ളാഹ്ക്കന്നെ എന്താ ചെയ്താൽ ആ താമസിച്ചൂടെ? അങ്ങനെയല്ല. ഒരുത്തം പൊന്തോ മറ്റൊരുത്തെ കൊണ്ടെന്നാക്കും തട്ടിത്തോ. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ദേവാലയങ്ങളും പള്ളികളും എല്ലാ സാധനങ്ങളും വിളിക്കപ്പെട്ടു പോകുമായിരുന്നു. അതുകൊണ്ടില്ലേ ഹിർക്കലിന് മുമ്പ് ഈ അമേരിക്ക എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടില്ല. നിങ്ങൾക്ക് വിവരം ആയുസ് പറഞ്ഞോണ്ട പണ്ടാറുണ്ട്. ബ്രിട്ടീഷ് ലോകമസ്തമിക്കാത്ത നാടുകൾ. പിന്നെ അമേരിക്ക ഇപ്പം വന്നാ പണ്ട് അമേരിക്ക റഷ്യ അങ്ങനെ ആ കാലത്ത് റഷ്യന്റെ ഒരു പ്രസിഡന്റ് ക്രൂസ്ചോവ് എന്ന് പറഞ്ഞു ഒരു സാധനം ആകാശത്ത് പോയി എവിടെ ഒന്ന് മുട്ടിയോലോ എന്ന് കേട്ടപ്പോ അള്ളാനെ വരുന്നുണ്ട്. അതോടെ കൊണ്ട പണി എന്നും അവന്റെ പേരെ അങ്ങനെ ഇവരെന്ത് പറഞ്ഞ് ഹിറ്റ്ലർ നാളെ 9 മണിക്ക് ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷിന്റെ ഇംഗ്ലണ്ടിലുള്ള ബ്രിട്ടീഷിന്റെ വലിയ കൊട്ടാര. ആ കാലത്ത് ആ കൊട്ടാരത്തിന് ബോംബിട്ടാൽ പന്ത് ഉരുളും പോലെ ഉരുളും പുറത്തു പോകും. പൊട്ടൂല, അവള് മുങ്ങൂല. അത്ര ശക്തിയുള്ള ഇപ്പോഴത്തതല്ല അന്നത്തെ വലിയ. അങ്ങനെ അവൻ മീൻപിളക്കി നാളെ 9 മണിക്ക് ഞാൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ കയറി കാപ്പി ഉണ്ടാക്കി. ഓനെന്താക്കി? സുബ്ഹാനല്ലാഹ്. അതിനെല്ലാം അള്ളാഹു ഉരുവിൽ അവനെന്തായി? തന്നെത്താൻ ചത്തു. തന്നെത്താൻ ചാകേണ്ടി വന്നു. അങ്ങനത്തെ ഹിറ്റ്ലർ അങ്ങനെ. പിന്നെന്തായി? റഷ്യ ഓടി. റഷ്യ ബ്രിട്ടീഷും കൂടി കവച്ചു പോകുന്നു. അങ്ങനത്തെ റഷ്യയും പോയി. ഇല്ലേ പണ്ടെന്ന്. അപ്പൊ ഇതിന്റെ ഇടയിൽ മുതലെടുത്തവനാണ് ആര്? അമേരിക്ക. ആയുധങ്ങൾ ഉണ്ടാക്കിയല്ലോ. അവരെ അള്ളാഹു എന്ത് ചെയ്യും? അത് അതിന്റെ മട്ടം പോലെ അള്ളാഹു ചെയ്തോളൂ. അള്ളാനെ മറന്ന പണി ഞാൻ ആരും വിടുന്നില്ല. മഴന്റെ യോഗത്തിൽ അന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്തായോ അമേരിക്ക തോറ്റില്ലേ? 12 കൊല്ലം നോക്കാത്ത മകൻ ഇപ്പം കൈ തോറ്റില്ലേ? ഇനി അവിടെ മാത്രമേ എല്ലാത്തിനും തോറ്റു. അങ്ങനെ അള്ളാഹു തോൽപ്പിച്ച് അള്ളാന്റെ പണിയാണതൊക്കെ. ഇത് പറയുമ്പോ ഒരു പട്ടിണി നമുക്ക് പേടിയാവും. അല്ലോ അമേരിക്കനെ പറഞ്ഞാൽ വെച്ചക്കൂലെ നമ്മൾ അന്നേക്കും. എടാ എന്നെ കൊണ്ടൊന്നും ആക്കാൻ കഴിയില്ല.
ആരെ കൊണ്ട് ഇവിടെ ഒന്നും ആക്കാൻ റബ്ബിന്റെ വീണ്ടും എങ്ങനെയാണ് വരും. അപ്പൊ നമ്മൾ ചെയ്താവും. ഉള്ളാകത്ത് കുഴപ്പമാണല്ലോ. എന്തുള്ളാകത്ത് കുഴപ്പം? ഉള്ളാകത്ത് ഒരു മദനി കുട്ടിയെ, ഒരു മദനീയത പാസ്സായവരാണ് കുറച്ച് ഹിന്ദുക്കൾ കൂടി അയാളെ മകൾ രണ്ടാളെ കൊന്നു മംഗലാപുരത്ത് അയാളെ പണിയുള്ള സ്ഥലം. ഉള്ളാൾക്ക് ഒരു ഉണ്ടായില്ല. പക്ഷെ അന്നേരം ഞാനവിടെ ഇല്ല, ഞാൻ നാട്ടിലാണ്. ഉടനെ ആ ഫോണിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കശ്ഫുൽ ഖുറൂബിന്റെ നിസ്കാരം ഞാനത് നിസ്കരിച്ച് കാണിച്ചില്ലടാ, അത് കഴിക്കാൻ പറയും. കത്തിബിനുള്ളി ഓരേത് കശ്ഫുൽ ഖുറൂബ് സുന്നത്തിന്റെ കിതാബുകൾ നോക്കിയിട്ട് ഞാൻ കണ്ടില്ലല്ലോ. കശ്ഫുൽ ഖുറൂബിന്റെ നിസ്കാരമുണ്ട്, അറിയോ? അങ്ങനെ എന്തെല്ലാം നിസ്കാരമുണ്ട്. അത് നിസ്കരിച്ചതിന്റെ തമ്മിൽ ഒരു ചുക്കും അവിടെ ഇല്ല. തങ്ങളില്ലാതെ ഇപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും ആയിട്ടില്ല. അവിടെ ഒരു പുല്ലും പൊളിച്ചു. പക്ഷെ കുറച്ചാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓലൊക്കെ കൊള്ളു. അതിന് ഓരെന്ത് ചെയ്തെന്നറിയോ? പിടിച്ചവരിൽ വലിയ കേസ് ചാർജ് ചെയ്തിട്ട് ബല്ലാരിയിലേക്ക് അയച്ചു. എടാ ബല്ലാരി നിങ്ങൾക്ക് സുഖം, നിങ്ങൾ പേടിക്കണ്ട പോയിക്കോട്ടെ. ബല്ലാരി സുഖം ഇവിടെണെങ്കിൽ ഓരെന്നാ അവിടെ 1-ാം നമ്പർ സ്റ്റേറ്റുണ്ടാക്കി. ഒരു സ്റ്റേറ്റിൽ ഇവർ പോയ എല്ലാവർക്കും അവരെ കൂടെ ഉള്ള കുറച്ച് ഹിന്ദുക്കളുണ്ട്. ഓൽക്കും വസ്ത്രങ്ങളും ഇതൊക്കെ മാറ്റി കൊടുത്തു. അവരെ ബെഡുകളൊക്കെ വേറെ, ഭക്ഷണം വേറെ, നോമ്പറക്കാൻ വേറെ, അത്താഴത്തിന് വേറെ, എല്ലാം കൊടുക്കാം. അയാൾക്ക് ഫോണും ഉണ്ട്. അങ്ങനത്തെ ആളെ അല്ലാഹു അത് നമുക്കറിയില്ല. അതാ യൂസുഫ് തങ്ങൾ പറഞ്ഞു, അല്ല നമ്മളെ പണിയൊന്നുമല്ല. അവരെ തൊട്ട് കളിച്ചാൽ മൻ ആദാനി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ വലിയനോട് ആരെങ്കിലും തൊട്ട് കളിച്ചാൽ സന്ധിയില്ലാത്ത യുദ്ധം കൊണ്ട് ഞാൻ അവരോട് പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹു ഖുദ്സി ഹദീസിൽ പറഞ്ഞതല്ലേ. അത് നമ്മൾ ഓർത്തുകൊള്ളണം, അല്ലെങ്കിൽ അപകടം വരും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് അർഹമുർ-റഹീമായ തമ്പുരാന് ഇവിടെ എത്രയോ ആളുകൾ സിയാറത്തിന് വന്നു, ഈ സദസ്സിൽ കൂടി ദുആക്ക് പങ്കെടുത്തു. അവരെയും ഞങ്ങളെയും എല്ലാം ഈമാൻ ശക്തിപ്പെടുത്തി തരണേ റഹ്മാനേ. ഞങ്ങളെ ഹൃദയത്തിൽ ഈമാനിന്റെ ആ ശക്തി, ആ ഉറവിടം നല്ല ശക്തിയായിട്ട് ഉറപ്പിച്ചു തരണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലായി നിലകൊണ്ട് അവസാനം വരെ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ചുകൊണ്ട് പുന്നാര നബിയോടുള്ള മഹബത്തെ അങ്ങേയറ്റം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ നബിയെ വിടാതെ ആ നബിന്റെയും അവരെ സന്താന പരമ്പരകൾ ഖിയാമം വരെ അവരൊക്കെ നമ്മൾ സ്നേഹിച്ചു. അതാണ് നമ്മളെ പ്രധാന മുതൽ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.